പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന ലവണമേത്? നൈട്രേറ്റ്. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങളേവ? അത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഇതിലൊന്നാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായി സംസാരിച്ചത് ആര്? അത് JB കൃപലാനിയാണ്. JB കൃപലാനി. ഗൾഫ് സ്ട്രീം എന്ന ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ എന്ന ശീതജല പ്രവാഹവും സന്ധിക്കുന്ന പ്രദേശത്തുള്ള പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? അത് ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. ഗ്രാൻഡ് ബാങ്ക്സ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്ത് നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളേവ? അത് സിറസ് മേഘങ്ങളാണ്. തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് മേഘങ്ങളാണ്. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളിൽ കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ചകഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന മഴ. മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ചകഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടു കൂടിയ മഴയാണ് സംവഹന മഴ. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടായത്? അതായത് ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലും ആണ്. അതായത് ദക്ഷിണേന്ത്യയിലും തെക്കുപടിഞ്ഞാറ് ഇന്ത്യയിലും ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ്? അത് റയോട്ടുവാരി വ്യവസ്ഥയാണ്. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ ചില ഭാഗങ്ങൾ, പഞ്ചാബ്, ഗംഗാസമതലം എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായമാണ് മഹൽവാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള എത്ര കായിക താരങ്ങളാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? അത് 7 പേരാണ്. 7 പേർ. കേരളത്തിൽ നിന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ താരമാണ് മിന്നുമണി. കേരളത്തിലെ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രചരണ പരിപാടിയാണ് തന്മുദ്ര. കേരളത്തിൽ ആരാണ് ഈ സബോർഡിനേറ്റ് നിയമനിർമ്മാണ സമിതിയെ നാമനിർദ്ദേശം ചെയ്യുന്നത്? അത് നിയമസഭാ സ്പീക്കറാണ്. ഇനി ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് KK ജോർജാണ്. ഇനി സമ്പൂർണ്ണ ഹൈസ്പീഡ് ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്.